ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. നിങ്ങളെല്ലാവരും സേഫായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കിപ്പോൾ ഒരുപാട് എനർജി വേരിയേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അടുത്തായിട്ട് കേട്ട് കാണും ലാൻഡ്സ്കേപ്പ് പോർട്ടൽ, പിന്നെ ന്യൂ മൂൺ എനർജി സംതിങ്, അതിൻ്റെയൊക്കെ വേരിയേഷൻ കൊണ്ട് ചിലരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും ഈ ലാൻഡ്സ്കേപ്പ് പോർട്ടൽ എന്നൊക്കെ പറയുന്നത്? ഓക്കെ, അപ്പോൾ ലാൻഡ്സ്കേപ്പ് പോർട്ടൽ എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് സ്പിരിച്വൽ കൺസെപ്റ്റാണ്. ഓക്കെ, അതായത് പവർഫുൾ എനർജറ്റിക് ഗേറ്റ് വേ എന്ന് പറയാമെന്ന് ഇതിനെ നമുക്ക്. നമ്മളൊരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ കൂടി എനർജി ഫ്ലോ ചെയ്യുന്നൊരു സിറ്റുവേഷൻ അങ്ങനെ സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 8-നാണ് ഇത് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണിത് 8/8 പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടിത് സ്പിരിച്വൽ അല്ലെങ്കിൽ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അസെൻഷൻ ഇതിലേക്കൊക്കെ സഹായിക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ഒരുപാട് മെസ്സേജസ്, ഒരുപാട് നല്ല കാര്യങ്ങൾ, ഡിവൈൻ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അസെൻഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ പാസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ റിക്വസ്റ്റാണ്. നമുക്ക് ഒരുപാട് പേരിലേക്ക് മെസ്സേജസ് എത്തിക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു ഒരു എനർജറ്റിക് അലൈൻമെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് ശരിക്കും ആക്ച്വലി ഉണ്ടാവുന്നത് സിറിയസ്, നമുക്ക് ഒരുപാട് പ്ലാനറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാർ സിറിയസ് എർത്ത് ആൻഡ് സണ്ണുമായിട്ട് അലൈനായിട്ട് വരുമ്പോഴാണ് ഈ പവർഫുൾ എനർജറ്റിക് ഗേറ്റ് വേ ഓപ്പൺ ആവുന്നത്. ഓക്കെ, ഇത് എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. പിന്നെ നമുക്കിതിൻ്റെ പേര് പോലെ തന്നെ ലയൺസ് എനർജിയാണ് ഈ ഒരു പോർട്ടൽ അസോസിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും ലയൺ എന്ന് പറയുന്നത് എന്താ? കറേജ്, സ്ട്രെങ്ത്, വിസ്ഡം ഇതിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനിങ്ങനൊരു പേര് തന്നെ വന്നിരിക്കുന്നത്, ലയൺസ് ഗേറ്റ് പോർട്ടൽ. ഇത് ശരിക്കും സൂചിപ്പിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഫ്രഷ് സ്റ്റാർട്ട്. നമ്മുടെ ഓൾഡ് പാറ്റേൺസ്, നമ്മൾ ഒരുപാട് പഴയ പാറ്റേണിൽ കൂടി സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഓൾഡ് പാറ്റേൺസ് റിലീസ് ചെയ്യുക, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മളെ തേടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ന്യൂ ബിഗിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്പിരിച്വൽ ഗ്രോത്തുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ഹയർ സെൽഫായിട്ടുള്ള കണക്ഷൻ, ഹയർ കോൺഷ്യസ് ലെവലുമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഡിവൈനായിട്ടുള്ളൊരു കണക്ഷൻ, ഇതൊക്കെയാണ് നമുക്ക് സ്പിരിച്വൽ ഗ്രോത്തിലോട്ട് വരുന്നത്. പിന്നെ മാനിഫെസ്റ്റേഷന് ബെസ്റ്റ് ടൈമാണെന്ന് ഞാൻ പറഞ്ഞു. മാനിഫെസ്റ്റേഷൻ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ ശരിക്കും ആംപ്ലിഫൈ ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷൻ, ബൂസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്യണം. ആ ഒരു ഇല്യൂഷൻ മായയിൽ നിന്ന് നമ്മൾ പുറത്ത് വന്ന് റിയാലിറ്റി തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഓക്കെ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവാം. സോ പഴയ ആ പാറ്റേൺ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡീപ്പ് ഇമോഷൻസ്, സാഡ്നെസ് ഇതൊക്കെ സർഫസിലോട്ട് വരുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ഓൾഡ് പാറ്റേൺ റിലീസ് ചെയ്യേണ്ട സമയമാണ്. ഇത് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പോർട്ടൽസ് എനർജി. ഓക്കെ, ഈ എനർജി നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ട്രിഗർ ചെയ്യിപ്പിക്കും. ഓൾഡ് ഇമോഷണൽ ബാഗേജ്, നിങ്ങൾക്ക് എന്താണോ സാഡ്നെസ്സിലേക്കും ഒക്കെ നിങ്ങൾ കൊണ്ടുപോകുന്ന ചില ഇമോഷൻസിലേക്ക് അത് ശരിക്കും ടച്ച് ചെയ്ത് എടുക്കും നിങ്ങൾ. ഓക്കെ, പിന്നെ നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഓക്കെ, ദേഷ്യമായിരിക്കാം, സങ്കടമായിരിക്കാം, കാരണമില്ലാത്ത സങ്കടം, കരച്ചിൽ. ശരിക്കും നിങ്ങളുടെ ആ ഒരു ഷാഡോ സെൽഫിനെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിലുള്ള ലോ ഫ്രീക്വൻസീസ് ആയിട്ടുള്ള ഫിയേഴ്സ്, ഡൗട്ട്സ്, ഇൻസെക്യൂരിറ്റീസ്, ഇതൊക്കെ നമ്മുടെ പുറത്തോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും സ്പിരിച്വൽ പാത്തിൽ തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്ഫുള്ളായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് പറയുമ്പോൾ ഓർമ്മ വന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കാം. അറ്റാച്ച്മെൻറ്റ്, നിങ്ങൾ എത്രത്തോളം കംഫർട്ട് സോണിൽ ഇരിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പെയിൻ തന്നെ ഉണ്ടാവും. യൂണിവേഴ്സായിട്ട് ചില കംഫർട്ട് സോൺ നിങ്ങൾ ഭേദിച്ച് പുറത്തിറങ്ങണം എന്നുള്ള സൂചനയാണ് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രിഗർ തരുന്നുണ്ടാവാം. ചില ആളുകൾ കൂടെ നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ സ്ട്രഗിൾ തരുന്നുണ്ടാവാം. അപ്പോൾ അത് കർമ്മ ക്ലൻസിങ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക, ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു ഡിറ്റോക്സ്, അതായത് പല
തരത്തിലുള്ള എനർജി പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഓക്കെ, നമുക്ക് പഴയ അവസ്ഥയിൽ നിന്നുള്ളൊരു മാറ്റം, ശരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മളൊന്ന് ക്ലൻസ് ചെയ്യുന്നൊരു പ്രോസസ്സ്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന സങ്കടം, ടെൻഷൻസ്, ഇമോഷണൽ പെയിൻ ഇതൊക്കെ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങൾ തീരുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ അതിൻ്റെ വൈബ്രേഷൻ മാറുന്നു. സോ നമ്മളെ അതിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ യൂണിവേഴ്സിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ എനർജികളും ശരിക്കും ഹെൽപ്പാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളതിന് അനുവദിച്ച് കൊടുക്കാൻ ശ്രമിക്കാം. സോ നമുക്ക് അത് അത്രത്തോളം പെയിൻ ഇല്ലാതെ അത് കടന്നു പോകും. ഓക്കെ, നമ്മൾ മെഡിറ്റേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രാർത്ഥിക്കുക, നന്നായിട്ട് സൈലൻ്റായിട്ടിരിക്കുക, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള സൈലൻസ് എൻജോയ് ചെയ്യുക, ഇൻറ്റ്യൂഷനിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നല്ല അഫർമേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു സമയത്ത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് അഫർമേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സറണ്ടർ ചെയ്യുക, ഫുള്ളി നമ്മൾ സറണ്ടർ ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സ് എന്താണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. സോ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് നമ്മുടെ ആ ഒരു സോൾ പർപ്പസിലേക്ക് യൂണിവേഴ്സ് നമ്മളെ കൊണ്ടുപോകും. സോ നമ്മളതിനെ അനുവദിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. സങ്കടവും ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ദൈവത്തിൻ്റെ കാൽക്കൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പാദത്തിൽ സമർപ്പിച്ച് ഫ്രീ ആയിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ലെവലായിരിക്കുക, സ്വയം നമ്മൾ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മാനിഫെസ്റ്റേഷൻ്റെ ബെസ്റ്റ് ടൈമാണെന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 8-ാം തീയതി, ഓഗസ്റ്റ് 8-ാം തീയതി, അത് രാവിലെ അല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് 8 മണി, ഓക്കെ, രാവിലത്തെ 8 മണി അല്ലെങ്കിൽ രാത്രിത്തെ 8 മണിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. മാനിഫെസ്റ്റേഷൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വിഷൻ ബോർഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് അവൈലബിൾ ആയിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കതൊക്കെ സെർച്ച് ചെയ്ത് ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാം. ഈ ഒരു പോർട്ടൽ എനർജി വളരെയധികം പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു ടൈമായിരിക്കും ഇത്. സോ ആ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണോ, നിങ്ങളുടെ ക്ലിയർ ഇൻറ്റൻഷൻ എന്താണോ അത് നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ക്രിസ്റ്റൽസ് വെച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ അത്യാവശ്യം ഹീൽ ചെയ്യാം. സോ ക്രിസ്റ്റൽസിൽ ചെയ്യുന്നവരാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർ സെൽഫായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പവർ ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. കറേജ്, സ്ട്രെങ്ത്, വിസ്ഡം ഇതൊക്കെ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നൊരു ടൈമാട്ടോ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയം 8 മണിയാണെങ്കിൽ ബെറ്ററാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 8 മണി സെലക്ട് ചെയ്യാം. കറക്റ്റായിട്ടൊരു പെന്ന്, പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു മെഴുകുതിരി, ക്യാൻഡിൽ കരുതാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു ലയണിൻ്റെ പിക്ചർ രൂപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു സിംഹത്തിൻ്റെ ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും, വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ക്രിസ്റ്റൽസ് യൂസ് ചെയ്ത് ഹീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ശേഷം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. 5 ഡീപ്പ് ബ്രീത്തിങ് എടുത്ത് മൈൻഡൊക്കെ ഒന്ന് കാമായതിനു ശേഷം മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. ശേഷം നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വ്യക്തമായിട്ട് ആ പേപ്പറിൽ എഴുതാം. ഓക്കെ, ശേഷം അത് ഡിവൈന് സറണ്ടർ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. കണ്ണടച്ച് മനസ്സുകൊണ്ട് നിങ്ങളത് നേടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം എഴുതിയതിന് ശേഷം താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു 3 വട്ടം എഴുതാം. നിങ്ങൾ നേടിയതായിട്ട് മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക, നന്ദി പറയുക. ശേഷം ആ പേപ്പർ ഒന്നുകിൽ നിങ്ങൾക്ക് സേഫായിട്ട് എടുത്ത് വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് കത്തിച്ച് കളയാം കേട്ടോ. അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ്ലി ദൈവത്തിന് വിട്ടുകൊടുത്തു, സറണ്ടർ ചെയ്തു. നിങ്ങളുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ദൈവത്തിനടുത്ത് സമർപ്പിച്ചു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സാധാരണ കാര്യങ്ങൾ ചെയ്തു പോകാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ട മാനിഫെസ്റ്റേഷൻ. സാധാരണ നമ്മൾ ഫുൾ മൂൺ, ന്യൂ മൂൺ ഒക്കെ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ലയണിനെ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു കറേജ്, വിസ്ഡം, ആ ഒരു ഇത്രയും പവർഫുള്ളായിട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കൊരു ലയൺസ് പവറിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയമായിട്ട്, ക്വാളിറ്റി സമയമായിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ റിലീസ് ചെയ്യുക. കംഫർട്ട് സോൺ ഭേദിച്ച് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സിംഹത്തിൻ്റെ ധൈര്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ടാരോ റീഡിങ് ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. കോൾ ഞാൻ അറ്റൻഡ് ചെയ്യില്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.